രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ CPM കൂടുതൽ പ്രതിരോധത്തിലേക്ക്. പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ വിധിക്ക് പിന്നാലെ CPM നേതാക്കളും പ്രവർത്തകരും പ്രതികളായ അരിയിൽ ഷുക്കൂർ, തലശ്ശേരി ഫസൽ വധക്കേസുകളിൽ വിചാരണ ഉടൻ ആരംഭിക്കും. CBI അന്വേഷണത്തിലൂടെ CPM നേതാക്കളുടെ പങ്കാളിത്തം തെളിഞ്ഞ കേസുകളാണിത്. കൊച്ചി CBI കോടതിയാണ് വിചാരണ. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ മുൻ MLA ഉൾപ്പെടെ 14 പേർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ CBI കോടതി ജനുവരി 3-ന് ശിക്ഷ പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. CBI അന്വേഷണം തടസ്സപ്പെടുത്താനുള്ള സർക്കാരിന്റെയും CPM നേതൃത്വത്തിന്റെയും നീക്കങ്ങൾക്കിടയിലും ശാസ്ത്രീയ തെളിവുകൾ കണ്ടെത്തിയുള്ള ആഴത്തിലുള്ള അന്വേഷണത്തിലൂടെ നേതാക്കൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത് പാർട്ടിക്ക് വലിയ തിരിച്ചടിയായതിനൊപ്പം CPM-നെ പ്രതിരോധത്തിലാക്കുന്ന കൂടുതൽ കേസുകൾ വിചാരണ ഘട്ടത്തിലേക്ക് എത്തുകയാണ്. CPM നേതാക്കളായ P. ജയരാജനും TV രാജേഷും ഉൾപ്പെട്ട അരിയിൽ ഷുക്കൂർ വധക്കേസ്, കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും പ്രതികളായ തലശ്ശേരി ഫസൽ വധക്കേസ് എന്നിവ കൊച്ചി CBI കോടതിയിൽ വിചാരണ ആരംഭിക്കാനിരിക്കുന്ന കേസുകളാണ്. MSF പ്രാദേശിക നേതാവ് അരിയിൽ ഷുക്കൂറിനെ കൊലപ്പെടുത്തിയ കേസിൽ 31 പ്രതികളാണുള്ളത്. വിചാരണ കൂടാതെ പ്രതിസ്ഥാനത്ത് നിന്നും ഒഴിവാക്കാനുള്ള P. ജയരാജന്റെയും TV രാജേഷിന്റെയും വിടുതൽ ഹർജികൾ കോടതി നേരത്തെ തള്ളിയിരുന്നു. തലശ്ശേരി ഫസൽ വധക്കേസിലും അന്വേഷണം വഴിതിരിച്ചുവിടാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. CPM വിട്ട് NDF-ൽ ചേർന്നതിലുള്ള വൈരാഗ്യത്തിൽ 2006 ഒക്ടോബർ 22-ന് പുലർച്ചെയായിരുന്നു തലശ്ശേരിയിൽ വെച്ച് ഫസലിനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. കൊലപാതകത്തിന് പിന്നിൽ RSS പ്രവർത്തകരാണെന്ന് വരുത്തി തീർക്കാനും ശ്രമിച്ചിരുന്നു. ജനം, കൊച്ചി.